ഹലോ കൂട്ടുകാരെ, അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. രാവിലെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നമ്മൾ ഇന്നാണെങ്കിൽ നമ്മുടെ ഡോറയ്ക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയ മരുന്ന് അല്ലെങ്കിൽ ഒരു ഡയറ്റ് പ്ലാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇന്ന് തൊട്ട്. അപ്പോൾ നേരത്തെ തൊട്ട് സ്റ്റാർട്ട് ചെയ്തിരുന്നായിരുന്നു. ഇടയ്ക്ക് വെച്ചിട്ട് ഞാൻ തിരക്കും കാര്യങ്ങളൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മളാണെങ്കിൽ ചെറുതായിട്ടൊന്ന് എനിക്ക് ഇതൊന്നും കൊടുക്കാൻ പറ്റാണ്ടായി. നമ്മുടെ ഗബ്രൂട്ടിന് വിടുന്നുണ്ട്, ഹായ് തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് തൊട്ട് വീണ്ടും നമ്മുടെ ഡോറയുടെ ഡയറ്റ് പ്ലാനൊക്കെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഡോറയ്ക്ക് വേണ്ടി ഒരു മരുന്നുണ്ടാക്കാൻ രാവിലത്തെ ഒരു ചെറിയ ജ്യൂസാണ്. ജ്യൂസ് എന്താണെന്ന് വെച്ചാൽ അതിന് മെയിൻ സാധനം വരുന്നത് കുക്കുംബറാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ പുതിന മല്ലിയില വേണം. പിന്നെ വേണ്ടത് കറിവേപ്പാണ്. കറിവേപ്പ് വേണം. നമ്മുടെ ഗബ്രൂട്ടൻ താഴെ നിൽപ്പുണ്ട് കേട്ടോ. ഹായ്. കറിവേപ്പ് വേണം. പിന്നെ മെയിനായിട്ടും വേണ്ടത്, ഒഴിച്ചുകൂടാൻ പറ്റാത്തത്, ഇഞ്ചി. പിന്നെ വേണ്ടത് വെളുത്തുള്ളി. അതിൻ്റെ വള്ളി വന്നു, അങ്ങോട്ട് പോകും. വെളുത്തുള്ളി. പിന്നെ വേണ്ടതെന്ന് വെച്ചാൽ ഇതെല്ലാം അരച്ചെടുക്കണം. ഇതെല്ലാം അരയ്ക്കുന്നതിൻ്റെ കൂട്ടത്തിൽ എന്തോ ഇതെല്ലാം അരയ്ക്കുന്ന കൂട്ടത്തിൽ നമുക്കിതിനകത്താണ് കുറച്ച് 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും, അര സ്പൂണാണെങ്കിൽ കുരുമുളക് പൊടിയും ഇട്ട് വേണം നമ്മളിത് അരയ്ക്കാനായിട്ട്. നമ്മുടെ ഗബ്രൂട്ടൻ എടുക്കെന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുക. ഹായ്. അപ്പോൾ നമുക്കിത് അരച്ചതിന് ശേഷം കാണാവേ. അപ്പം അങ്ങനെ നമ്മളാണെങ്കിൽ നമ്മുടെ ജ്യൂസ് അടിച്ചുകൊണ്ട് വന്ന് വെച്ചിട്ടുണ്ട്, ഡോറയ്ക്കുള്ള ജ്യൂസ്. ഇത് നമുക്കിനി ഗ്ലാസ്സിലോട്ട് പകർന്ന് ഡോറയെ കൊണ്ട് കുടിപ്പിക്കണം. ഇത് കാണുമ്പോൾ നമുക്ക് ഇഷ്ടമാകുമെങ്കിലും ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് അത്യാവശ്യം കുടിക്കാൻ കൊള്ളാത്ത ടേസ്റ്റാണ്. പക്ഷെ എന്ത് ചെയ്യാൻ, അസുഖത്തിന് കുടിച്ചല്ലേ പറ്റത്തുള്ളൂ. അപ്പം ഇതാണ് നമ്മുടെ രാവിലത്തെ ഡോറയ്ക്ക് കൊടുക്കുന്ന ഹെൽത്തി ഡ്രിങ്ക്. അതായത് ന്യൂട്രീഷനുണ്ട്, ഫൈബറുണ്ട്, കാൽസ്യം ഉണ്ട്, എല്ലാ സംഗതിയും അടങ്ങിയ ഒരു ജ്യൂസാട്ടോ. ഇതൊക്കെ പറഞ്ഞതിനകത്തുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഡോറയുടെ അസുഖത്തിന് പറ്റിയ മരുന്നാണ് എന്തായാലും.